നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പ്രേക്ഷകരെ അറിയിക്കാനും അതിൽ ഇടപെടാനുമാണ് ഈ വാർത്താ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന പതിവുറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമുക്ക് ആദ്യമൊന്ന് സംസ്ഥാന അതിർത്തി കടന്നു പോകണം. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. വാൽപ്പാറയിലെ ആ വലിയ ഭീകരത, അതായത് പുലി പിടിച്ച് ഒരു കുഞ്ഞ് മരിച്ച വിവരം. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. വാൽപ്പാറയിൽ കഴിഞ്ഞ ദിവസമാണ് പുലി പിടിച്ച പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ കടുത്ത ആശങ്കയിലാണ് അവിടുത്തെ തോട്ടം തൊഴിലാളികൾ. സുരക്ഷിതം എന്ന് കരുതിയ ലയത്തിൽ നിന്നാണ് റോഷ്നി എന്ന് പറയുന്ന കുഞ്ഞിനെ പുലി കടിച്ചു കൊണ്ടുപോയത്. മക്കളെ വന്യജീവികളിൽ നിന്ന് ഇനി എങ്ങനെ സംരക്ഷിക്കും എന്ന ആശങ്കയിലാണ് വാൽപ്പാറയിലെ അമ്മമാർ. பாதுகாப்புக்கு ஒன்றும் இல்லைங்க, ஒன்றுமே இல்லை. ஆனால் முதல்ல மகளத்தில் இந்த லைன்ஸில் எல்லாம் 12 பிள்ளைங்க, குறைஞ்சது 7-5 பிள்ளைங்க இருந்தாங்க குழந்தைகளாம். ஆனால் இந்த மாதிரி சம்பவம் நடந்ததே இல்லை. இப்போ தான் அப்படி நடந்திருக்குது. 100-ലധികം വരുന്ന എസ്റ്റേറ്റുകൾ, 75,000-ലധികം തൊഴിലാളികളാണ് കേരള തമിഴ്നാട് അതിർത്തിയായ വാൽപ്പാറയിലെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്നത്. 425 രൂപ മുതൽ 450 രൂപ വരെയാണ് കൂലി. അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷയോ ഒന്നുമില്ല. சிறுத்தை வருதுங்க, ஆனை வருது, காட்டு மாடு இருக்குது. காட்டு மாடு தொந்தரவு பெரிய தொந்தரவு. ஆளெல்லாம் மிதிச்சிருக்கு, கொம்பு வச்சு கொக்குத்திடுது. ஒத்தாசத்தில் வர முடியல, வந்த பயமாக இருக்குது. അതിനിടെയാണ് ഇന്നലെ 6 വയസ്സുകാരിയുടെ ജീവൻ പുലിയെടുത്തത്. പച്ചമല എസ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ആദ്യം. இன்னும் சாமி இருக்குது பாதுகாப்பு. இங்கே இவ்வளோ நாளாச்சு இந்த பச்சை மலையில் இப்படி நடந்ததே கிடையாது. இதுதான் முதல். കേരളത്തിനും തമിഴ്നാടിനും പുറമെ ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ 2 ലക്ഷത്തോളം പേരാണ് 2018 വരെ ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്നത്. വന്യജീവി ആക്രമണം പതിവായതോടെ 1.25 ലക്ഷത്തോളം പേർ തൊഴിലുപേക്ഷിച്ചു. റോഷ്നിയുടെ മരണം അതിഥി തൊഴിലാളികൾക്ക് പേടി സ്വപ്നമായിരിക്കുന്നു. अभी तो लग गया, उतना दिन नहीं डर लग रहा था, लेकिन अभी तो डर लग रहा है. कैसा नहीं डर लगेगा, आँख में देख लिए तो सामने. വൈദ്യുത സുരക്ഷാ വേലികളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെയാണ് ലയങ്ങൾ തൊഴിലാളികൾക്ക് താമസത്തിന് നൽകുന്നത്. അമ്മയും അച്ഛനും പണിക്ക് പോയാൽ പല ലയങ്ങളിലും കുട്ടികൾ ഒറ്റയ്ക്കാണ്. വർഷങ്ങളുടെ ഇടവേളയിൽ 4 കുട്ടികളെയാണ് പുലി കടിച്ചു കൊന്നത്. മാറോടണച്ചു വളർത്തിയ കുഞ്ഞു ജീവനും ജീവിതവുമാണ് പുലി കവർന്നെടുത്തത്. ഇന്ദിരയെപ്പോലെ മറ്റമ്മമാരും ഭീതിയിലാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ തേടി പുലി വീണ്ടും ഈ ലയത്തിലേക്ക് എത്തുമോ എന്നതിൽ. ക്യാമറമാൻ സന്ദീപ് കോലരിക്കൊപ്പം സൂരജ് ജി, 24. അപ്പോൾ വാൽപ്പാറയിലെ പ്രശ്നം എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ ദുരിതം എന്താണ് എന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. പല കുറി ആവശ്യപ്പെട്ടതാണ് അവിടെ പാതുകാപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ലയത്തിന് ചുറ്റുമുള്ള ഒരു മതിൽ, അതിൻ്റെ ആവശ്യം അത് പല കുറി പല ആളുകളോട് പറഞ്ഞതെങ്കിലും അതിലൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. കൃത്യമായ വേതനം ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു സുരക്ഷയും ഇല്ലാതെയാണ് അവിടുത്തുകാർ കഴിയുന്നത് എന്നവർ ഇന്നലെയും ഒക്കെ 24-നോട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൊരു പരിഹാരം അത് ആര് കാണും എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഇനി തമിഴ്നാട്ടിലെ സ്ഥിതി ഇതാണ്. അതൊരു അതിർത്തി പ്രദേശമാണ്, സംസ്ഥാന അതിർത്തി പ്രദേശമാണ്, നേരത്തെ പറഞ്ഞത്. ഇനി സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെയും മാറ്റമില്ല. ഇത് അത്തരത്തിലൊരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാട്ടാന ആക്രമണത്തിൽ വലഞ്ഞിരിക്കുകയാണ് മലയാറ്റൂർ നിവാസികൾ. കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങി കൃഷിയിടങ്ങളും വീടുകളും നശിപ്പിക്കാൻ തുടങ്ങിയതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഒടുവിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ അവർ ഉപരോധിക്കുന്ന കാഴ്ചയും കണ്ടു. കാട്ടാന ആക്രമണത്തിൽ ശാശ്വതമായ പരിഹാരം കാണുമെന്ന ഉറപ്പോടെയാണ് ആ പ്രതിഷേധം അന്ന് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് 4-ാം വാർഡിൽ ഇല്ലിത്തോട് 4-ാം ബ്ലോക്കിലെ ജനവാസ മേഖലയിലാണ് വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് കാട്ടാനക്കൂട്ടം വരുന്ന ദൃശ്യങ്ങൾ. ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് ഇവിടെയുള്ളവരുടെ ആദ്യത്തെ കാഴ്ചയല്ല. മലയാറ്റൂർ തേക്കുംതോട്ടം ആറാട്ടുകടവ് ഭാഗത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഇടങ്ങളാണ്. നീലേശ്വരം പഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളിലാണ് നിരന്തരം കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. രാത്രികളിൽ വീടിന് ചുറ്റും ആനകൾ വിഹരിക്കുമ്പോൾ ഭയം മൂലം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് കൂടാതെ വീടുകൾക്ക് നേരെയും ആക്രമണം. 1 മണി 12:45 1 മണിയായിരുന്നു. ആ സമയത്ത് ഞാൻ മഴയില്ല, ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കിടന്ന് നല്ലോണം ഉറങ്ങുന്ന സമയത്താണ് ഒരു സൗണ്ട് കേൾക്കാണ്.
ഏതോ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എനിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ പടിക്കുകയും അതായത് ഈ നമ്മുടെ കപ്പേടയുടെ ഭാഗത്തേക്ക് ഒരു 3 ആന, അതായത് എൻ്റെ റോഡ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ആനയും പിന്നെ ഒരു ചെറിയ ആനയും അതിന് ചെറിയൊരു ആന, ഇങ്ങനെ 3 എണ്ണത്തിനെയാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അവന്മാര് മേരാമേരിയുടെ മടിയിലായിരിക്കും. ആന വന്നപ്പോഴും വിളിച്ചു പറഞ്ഞപ്പോഴും ഒരു മേരാമേരിയുടെ കസറിലാണ് മില്ലിലാണ് ഇരിക്കണേ. അവർക്ക് മേരാമേരിയുടെ മില്ലിൽ എന്തൊരു പണി? അവര് വനംപാത്ര അവർക്ക് ശമ്പളം കൊടുക്കണല്ലേ. നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നഷ്ടപരിഹാരം ലഭ്യമാകുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാട്ടാന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് യാതൊരു നഷ്ടപരിഹാരവും നാളിതുവരെ ലഭിച്ചില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. കാര്യമായ ഇടപെടലുകൾ ഒന്നുമുണ്ടാകാതെ വന്നതോടെ സഹികെട്ട് നാട്ടുകാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. മലയാറ്റൂർ ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ പൂട്ടി. ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക, ഫോറസ്റ്റുകാർ നീതി പാലിക്കുക. ഈ അനിഷ്ടമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ACF ആയിട്ട് ചർച്ച നടത്തി. നമ്മളെല്ലാവരും ഇത്രയും പേര് പങ്കെടുത്തു. നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം വീടിനുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അത് ഒന്നാമതായിട്ട് അവർ പരിഹാരം കണ്ടെത്തും. കൂടാതെ നിലവിൽ ഈ ഭാഗത്തുള്ള അടിക്കാടുകൾ ഫുള്ളായിട്ട് വെട്ടാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതുകൂടാതെ ആന കയറി വരുന്ന വഴികളിൽ ട്രഞ്ച് ആവശ്യമാണെങ്കിൽ ട്രഞ്ച് നടത്താനായിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് വിഭാഗമായിട്ട് ഉൾപ്പെടുത്തി അത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം. ഒടുവിൽ കാട്ടാന ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്ന അധികൃതരുടെ ഉറപ്പോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. അടിക്കാട് വെട്ടും, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഡ്രഡ്ജ് നിർമ്മിക്കും, നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകും. വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത് നിരവധിയാണ്. പക്ഷേ ഇവർ പറയുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. കാട്ടാനകളെ ഭയപ്പെടാതെ സ്വസ്ഥമായി ഒന്നുറങ്ങണം. കൊച്ചിയിൽ നിന്നും അൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് പ്രതിഷേധം അവിടുത്തുകാർ അവസാനിപ്പിച്ചത്. പക്ഷേ ആ ഉറപ്പ് മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. അതിലുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കണം. അത് കടക്കുമെന്നാണ് ഞങ്ങളും കരുതുന്നത്. ഇന്ന് വന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. ഇതുമായി ബന്ധപ്പെടുന്നത് തന്നെ പറയാം. തൃശ്ശൂരിലുണ്ടായ സംഭവമാണ്. അവിടെ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായി. ഒരാൾക്ക് ആ സംഭവത്തിൽ പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശി P. മനുവിനാണ് പരിക്കേറ്റത്. വാഴച്ചാലിൽ വനംവകുപ്പ് സംഘത്തോടൊപ്പം ട്രക്കിങ്ങിന് പോയവരെയാണ് ആനയെ ആക്രമിച്ചത്. മനുവിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഈ കാട്ടാന ആക്രമണത്തിന്റെ വാർത്തകളൊക്കെ സ്വാഭാവികമായിട്ടും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനവാസ മേഖലയിലേക്ക് അവ ഇറങ്ങുമ്പോഴൊക്കെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണ്, ട്രക്കിങ്ങിന് പോയപ്പോൾ ആനയെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഈ വനപാലക സംഘത്തോടൊപ്പം തന്നെ പോയവരെ എങ്ങനെയാണ്, ഏത് ഘട്ടത്തിലാണ് ഈ ആക്രമിച്ചത്? അത് തടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രജിൻ, ഇന്ന് രാവിലെയാണ് വനപാലക സംഘത്തോടൊപ്പം ഈ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള 7 അംഗ സംഘം ട്രക്കിംഗ് ഇന്ന് രാവിലെയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള 7 അംഗ സംഘം ഈ വനപാലക സംഘത്തോടൊപ്പം ഈ ട്രക്കിങ്ങിനായി യാത്ര തിരിക്കുന്നത്. വാഴച്ചാലിൽ നിന്ന് ഇവർ യാത്ര തിരിക്കുന്നു. കാരാന്തോടിന് സമീപം ഈ വാഹനം അവിടെ നിർത്തിയ ശേഷം ഇവർ ഉൾക്കാട്ടിലേക്ക് നടന്നു കയറുകയായിരുന്നു. അത് അങ്ങനെ ട്രക്ക് ചെയ്ത് ഒരു ക്യാമ്പ് ചെയ്യുന്ന മേഖലയിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ട്രക്കിംഗ് രീതി. ഈ കാരാന്തോട് പിന്നിട്ട് ഇവർ വനത്തിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് ഈ ആനക്കൂട്ടം ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഇതോടുകൂടി ഈ സംഘത്തിലുണ്ടായിരുന്ന പലരും പല ഭാഗത്തേക്ക് തിരിഞ്ഞോടി. ഇരിങ്ങാലക്കുട സ്വദേശിയായ മനു ഓടി മാറുന്നതിനിടയിൽ മനുവിനെ ഒരാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. പാറയിൽ തലയിടിച്ച് മനു വീഴുകയും ചെയ്തു. പിന്നീട് ഈ ആനക്കൂട്ടം അവിടെ നിന്ന് മാറിയതോടുകൂടിയാണ് മനുവിനെ രക്ഷിച്ചത്. പക്ഷേ ഈ ഉൾക്കാട്ടിലായതുകൊണ്ട് തന്നെ മനുവിനെ പുറത്തേക്ക് എത്തിക്കുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം വിവരം അറിയിച്ച് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം വരെ ഒരു ഘട്ടത്തിൽ വനംവകുപ്പ് ആലോചിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ തണ്ടിൽ ചുവന്ന് തന്നെ ഉദ്യോഗസ്ഥർ മാറി മാറി തണ്ടിൽ ചുവന്ന് മനുവിനെ ഈ വനത്തിന് പുറത്തെത്തിക്കുകയായിരുന്നു. കാരാന്തോട് ഭാഗത്ത് നിന്ന് പിന്നീട് മനുവിനെ പുറത്തേക്ക് എത്തിക്കുന്നു. അവിടെ ആംബുലൻസ് എത്തിച്ച് ആദ്യം ജീപ്പിൽ മനുവിനെ പെരിങ്ങൽകുത്ത് ഡാമിന് സമീപത്തേക്ക് എത്തിച്ച ശേഷം പെരിങ്ങൽകുത്തിൽ നിന്ന് ആംബുലൻസ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 4:30 ഈ രക്ഷാപ്രവർത്തനം ഈ വനംവകുപ്പിന് പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ മനുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പമുണ്ടായിരുന്ന ആളുകളും സുരക്ഷിതമാണ് എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. പ്രജിത്ത്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.
അടുത്ത വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് മാലിന്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ പരിപാടിയിലൂടെ അത്തരം വാർത്തകൾ നൽകുന്നുണ്ട്, അത്തരം റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇതപ്പോൾ മറ്റൊരു വിഷയമാണ്. കോട്ടയത്തെ സമാന സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കാട്ടിലും നാടിനും ദുരിതമായി മാലിന്യം മാറുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കോട്ടയം പൊന്തൻപുഴ വനം റോഡിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാവുകയാണ്. പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അറവ് മാലിന്യം അടക്കം രാത്രികാലങ്ങളിൽ റോഡരികിൽ തള്ളുന്നത് അവിടെ പതിവാവുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊന്തൻപുഴ വനത്തോട് ചേർന്ന ഭാഗത്താണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ അറവ് മാലിന്യം അടക്കം ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത് തുടർക്കഥയാകുകയാണ്. വീടുകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ കൊണ്ടുവന്ന് പലരും തള്ളുന്നുണ്ട്. പൊന്തൻപുഴ മുതൽ മുക്കട വരെയും മുക്കട മുതൽ പ്ലാച്ചേരി വരെയും സമീപത്തെ മറ്റ് ഇടറോഡുകളിലുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇതുമൂലം പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും റോഡിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യം. ഞങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടാണ് മാലിന്യം തട്ടുന്നത്. നടന്നു പോകാനും പാടാണ്. ഇതിന്റെ ദുർഗന്ധം അടിച്ച് ഞങ്ങൾക്ക് പലർക്കും ചുമയും പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പട്ടിയുടെ ശല്യം കാണാൻ ഒട്ടും നടന്നു പോകാൻ പറ്റത്തില്ല. പട്ടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, മാലിന്യത്തെക്കാളും ശല്യം പട്ടി. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ വെള്ളത്തിലൂടെ ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങുകയാണ്. സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അസുഖങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ മാലിന്യം സമീപത്തെ തോട്ടിലേക്കൊഴുകി വെള്ളവും മലിനമാവുകയാണ്. റോഡ് നാറ്റം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് പട്ടിയുടെ ശല്യങ്ങൾ, ആൾക്കാർ ഇങ്ങനെ പട്ടിയെ കൊണ്ടുവിടുന്നു. വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ഈ തോട്ടിൽ മുഴുവനും കൊണ്ടുവന്നതുകൊണ്ട് കുളിക്കാനോ നനയ്ക്കാനോ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഈ ആവശ്യവുമായി ഫോറസ്റ്റ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്ത് ഓഫീസിലും കയറിയിറങ്ങിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മാലിന്യം തള്ളുന്ന പ്രദേശത്ത് കൂടുതൽ CCTVകൾ സ്ഥാപിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യ പ്രശ്നം അത് ഇവിടെയുള്ള പ്രശ്നം മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മാലിന്യം ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുക, പലയിടങ്ങളിൽ കൊണ്ട് തള്ളുക, ഇതൊക്കെ പതിവ് പരിപാടികളാണ് പലയിടങ്ങളിൽ. ഇതാ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നിഷാൽ നിഷു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുന്നതാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഈ നാശനഷ്ടങ്ങൾക്ക് പ്രകൃതി തന്നെ അതിൻ്റെ രീതിയിൽ പ്രതികരിച്ചേക്കാം എന്നാണ്. അതപ്പോൾ വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ഇത്തരത്തിൽ നമ്മൾ പ്രകൃതിയെ മറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്നൊരു മുന്നറിയിപ്പാണ്. ആ രീതിയിലാണ് ആ ഒരു കമൻറ്റ്. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു, നാളെ പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു, നാളെ അവധിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്, അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ വിദ്യാർത്ഥി സംഘടനയായ ABVP സംസ്ഥാന വ്യാപകമായ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് വാർത്തയായിട്ടുള്ളത്, അല്ലാതെ മറ്റ് എവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊരു പ്രതികരണങ്ങളിലേക്കാണ്. മഴക്കാലമാണ് നേരത്തെ പറഞ്ഞ പ്രശ്നം. മാലിന്യം പ്രത്യേകിച്ചും വലിച്ചെറിയുന്ന സമയത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും, അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മാലിന്യം വെള്ളത്തിൽ കലർന്ന് ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ പലയിടങ്ങളിലുമുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതുമൂലം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജനജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടെ മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. ഇതിലൊരു നടപടി എപ്പോഴുണ്ടാകുമെന്ന് ചോദിക്കുന്നു നാട്ടുകാർ. അത്തരം പ്രതികരണങ്ങളുമുണ്ട്, കാണാം. വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങളുണ്ട്, പിന്നെ ഇറച്ചിയുടെ മത്സ്യമാംസത്തിന്റെ എല്ലാം ഉണ്ട്, പിന്നെ അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തള്ളുന്നുണ്ട്. തന്നെയല്ല അവിടെ ആ തോടിൻ്റെ അവിടെ മിക്ക ദിവസവും ഉണ്ട്. കാരണം ഈ തോട് അവർ അനേകർ യൂസ് ചെയ്യുന്ന കുളിക്കുകയും നനയ്ക്കുകയും അതിൻ്റെ സൈഡിലെ കിണറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. അത് തന്നെയല്ല ഈ ഇടഭാഗത്തൊക്കെ ഈ തടയണമുള്ള കെട്ടുള്ളതുകൊണ്ട് അതിലൊക്കെ വന്ന് മാലിന്യം ഒരുപാട് അടിയുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഭയങ്കര ദോഷകരമായ ഒരു ഈ ഒന്നാമത്തെ കാര്യം. ഈ പ്രദേശത്തൊക്കെ ഇപ്പൊ മഞ്ഞപ്പിത്തം ഡെങ്കിയൊക്കെ ഇങ്ങനെ വളർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഇങ്ങനെ ഇതൊരു മാലിന്യം വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാകും ജനങ്ങൾക്ക്. വനത്തിന്റെ ഇരു സൈഡിലും വേസ്റ്റുകൾ ധാരാളം കൊണ്ട് തള്ളുന്നുണ്ട്. മാംസമാണേലും ഭക്ഷണത്തിന്റെ ആണേലും അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നടന്നു വരാൻ, ഞാൻ നടന്നാണ് വരുന്നത്, നടന്നു വരാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. തിരുവനായുടെ ശല്യം മെയിൻ വിഷയം. പിന്നെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വനത്തിൽ കൂടെ കടന്നു വരുന്നത്, അതൊക്കെ തിരുവനായുടെ ശല്യം മെയിൻ. പിന്നെ അല്ലാതെ
ഈ താഴോട്ടുള്ള ആളുകൾ കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന തോടാണ്. ആ തോട് മുഴുവൻ മലിനമാണ്. ഈ വനത്തിൽ രാത്രി കാലങ്ങളിലാണ് കൊണ്ടുവന്ന് ഇത് തള്ളിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ആരെയും ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരൊക്കെ ഇതൊക്കെ പെട്രോളിംഗ് നടത്തി ഇതൊക്കെ തടയാൻ പറ്റുന്നതാണ്. ഈ മാലിന്യം ഇങ്ങനെ കൊണ്ടുവരുന്നതിന് ഫോറസ്റ്റിലൊക്കെ ഞങ്ങൾ പരാതി പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നോക്കുന്നുണ്ട്, ആളിനെ കണ്ടു കിട്ടുന്നത്. ഇത് വെളുപ്പാങ്കാലത്തും രാത്രി കൊണ്ടിടുന്ന സാധനമാണ്. ചപ്പാത്തെന്ന് പറയുന്ന അവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോകുന്നതും പിന്നെ ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മൂക്ക് പൊത്തി പോയാൽ പോലും നമുക്ക് പറ്റുന്നില്ല ഇവിടുന്ന് അവിടെ വരെ പോകാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചു മുമ്പ് വന്ന ഒരു അപകട വാർത്തയിലേക്കാണ്. കാസർഗോഡ് ചന്തേരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വലിയ പറമ്പ സ്വദേശി വസുദേവാണ് മരിച്ചത്. അതിന്റെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു ടെലിഫോൺ ലൈനിൽ. അരുൺ, എപ്പോഴായിരുന്നു ഈ അപകടം? വിവരങ്ങൾ എന്താണ്? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഈ ആളുകളോട് അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാറില്ല, പൊതുവെ അനുസരിക്കാറില്ല. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ബൈക്ക് അമിത വേഗതയിലായിരുന്നു. ആ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അമിത വേഗതയിലെത്തിയ ബൈക്ക് മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. എതിർദിശയിൽ വന്ന കാറ് ഇടതുവശത്തേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഈ ബൈക്ക് ആ കാറിലേക്ക് കയറി ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും അപ്പോൾ തന്നെ റോഡിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. ചന്തേര UP സ്കൂളിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. രാജീവൻ കണ്ണുവീട് കടപ്പുറത്തുള്ള രാജീവന്റെ മകൻ വസുദേവാണ് മരിച്ച ഒരാൾ. മറ്റൊരാളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിച്ചതാണ് ഈ ഒരു അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, ആ ദൃശ്യങ്ങൾ തന്നെ അത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് അമിത വേഗം എത്രമാത്രം അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ കാഴ്ചയായി മാറുകയാണ്. അതിൽ ഒരു ജീവൻ കൂടി നിരത്തിൽ പൊലിയുന്നു. കാസർഗോഡ് നിന്നാണ് അരുൺ പാറക്കൽ വിശദാംശങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സിന്റെ സമരം 133 ദിവസം എത്തി നിൽക്കുകയാണ്. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം ഉൾപ്പെടെയുള്ള പരാതികൾ പഠിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥതല സമിതിയുടെ സിറ്റിംഗ് ഈ മാസം 30 സമരം ചെയ്യുന്ന സംഘടന ഉൾപ്പെടെ 5 തൊഴിലാളി സംഘടനകളെ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ട്. അടുത്ത 3 മാസത്തെ ഓണറേറിയം നൽകാനുള്ള 54 കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷന് അനുവദിച്ചു. എന്നാൽ നിരവധി പേർക്ക് 3500 രൂപയാണ് ഓണറേറിയമായി കഴിഞ്ഞ മാസം ലഭിച്ചത്. ഓണറേറിയം ഉൾപ്പെടെയുള്ള ആശാ വർക്കേഴ്സ് ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ധന, തൊഴിൽ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയത്. ഈ വിദഗ്ധ സമിതിയാണ് ഇനി 30 ആശാ വർക്കേഴ്സിനെ കേൾക്കാൻ പോകുന്നത്. ഇതിനിടെ ആരോഗ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ച പോലും പരാജയപ്പെട്ടിരുന്നു. സെക്രട്ടേറിയറ്റ് സൗത്ത് ബ്ലോക്കിൽ ഈ മാസം 30 ആശാ വർക്കേഴ്സിനെ കേൾക്കാനുള്ള ഹിയറിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. സമരം നടത്തുന്നവർക്ക് പുറമെ CITU, INTUC ഉൾപ്പെടെയുള്ള 5 ട്രേഡ് യൂണിയനുകളെയാണ് ഹിയറിംഗിന് ക്ഷണിച്ചിട്ടുള്ളത്. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആരോഗ്യ, തൊഴിൽ, ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമിതി രൂപീകരിച്ചത്. ഇതിനിടെ 26,125 ആശമാർക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തെ ഓണറേറിയം നൽകാനായി 54 കോടി രൂപ അനുവദിച്ചു. എല്ലാ ആശമാർക്കും 3 മാസം 7000 രൂപ വീതം നൽകാനാണ് ഈ തുക. പുതുക്കിയ മാനദണ്ഡപ്രകാരം ഉപാധികളില്ലാതെ എല്ലാവർക്കും 7000 രൂപ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇൻസെന്റീവ് 500 രൂപ നേടിയിരിക്കണമെന്ന നിബന്ധന വെച്ചതോടെ പലർക്കും കഴിഞ്ഞ മാസം ഓണറേറിയം പകുതിയായി കുറഞ്ഞു. ഉദാഹരണത്തിന് നെല്ലിമൂട് സ്വദേശിനിയായ ആശാ വർക്കർ സുധർമ്മ കഴിഞ്ഞ മാസം ഇൻസെന്റീവ് 500 രൂപയ്ക്ക് പകരം ലഭിച്ചത് 480 രൂപ മാത്രം. ഇതിന്റെ പേരിൽ 7000 രൂപയിൽ നിന്ന് സുധർമ്മയുടെ ഓണറേറിയം 3500 രൂപയായി കുറഞ്ഞു. സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്നും പ്രഖ്യാപിച്ച ഓണറേറിയം പോലും നൽകുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്ന കാര്യം ഇതിനകത്ത് പരാമർശിക്കുന്നില്ല. അപ്പോൾ 3500 ഇപ്പോൾ ഇത് ഏപ്രിൽ മാസത്തെ ഓണറേറിയം വന്നതിൻ്റെ റിപ്പോർട്ടാണ്. ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3500 രൂപ വെച്ച് വന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പറയുന്നത് നിങ്ങൾ കേന്ദ്രത്തോട് പോയി ചോദിക്കണം എന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഇവർ കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവിന് മാനദണ്ഡം ഏർപ്പെടുത്തുന്നത്? അപ്പോൾ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തത്. ആളുകൾ പണിയെടുത്തതിന് ശേഷം അവർക്ക് അവരുടെ ഓണറേറിയം വെട്ടിക്കുറയ്ക്കുകയാണ്. 2% ആശാ വർക്കേഴ്സിന് മാത്രമാണ് ഓണറേറിയം പകുതിയായി കുറഞ്ഞതെന്നാണ് സർക്കാർ വിശദീകരണം. കേന്ദ്ര ഇൻസെന്റീവ് ഓണറേറിയത്തിന് ഒരു മാനദണ്ഡമായി നിശ്ചയിച്ചപ്പോൾ തന്നെ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ഓണറേറിയം കുറയുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനിയെങ്കിലും സർക്കാർ വാഗ്ദാനം ചെയ്ത 7000 രൂപ എന്ന കുറഞ്ഞ വേതനമെങ്കിലും കൃത്യമായി നൽകട്ടെ എന്നാണ് സമരക്കാർ പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ. യെസ്, അപ്പോൾ അതാണ് ആശാ വർക്കേഴ്സിൻ്റെ വിഷയം. അതിൽ എന്തായാലും ഇപ്പോൾ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവർ. അതിൽ എന്താണ് തീരുമാനങ്ങൾ, ഇവരുടെ പരാതികളൊക്കെ കേൾക്കും സ്വാഭാവികമായിട്ടും. അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് നിർണായകമാണ്. അതനുസരിച്ചായിരിക്കും ആശാ വർക്കേഴ്സിൻ്റെ തുടർ സമരങ്ങൾ ഒക്കെ ഉണ്ടാവുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ ചോദിക്കുന്നത് മഴ സാഹചര്യമല്ലേ, മഴ പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ഈ കണ്ണൂർ, അതുപോലെ കോഴിക്കോട്, ആലപ്പുഴ, എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല മഴയാണെന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നു. അപ്പോൾ അവധിയില്ലേ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നു. വീണ്ടും നാളെ സ്കൂൾ അവധിയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ജില്ലയിലും ഇപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും സംസ്ഥാനത്തെ മഴ സാഹചര്യം എന്താണെന്ന് വിശദമായി ഒന്ന് നോക്കാം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, സംസ്ഥാനത്തെ മഴ സാഹചര്യം വീണ്ടും ശക്തമായി തന്നെ വരികയാണ്. അടുത്ത 5 ദിവസം കനത്ത മഴ പെയ്യുമെന്നാണ് പുതിയ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രജന, ഈ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് പോലെ അങ്ങനെ അവധി നൽകാനുള്ള മഴയൊന്നുമില്ല സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അത് ഒറ്റപ്പെട്ട ശക്തമായ മഴ അടുത്ത 5 ദിവസം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച്, അതായത് കഴിഞ്ഞ 3 ദിവസം ഒരു ഇടവേള ഉണ്ടായിരുന്നു മഴയ്ക്ക്. അതിനു മുമ്പ് അതിതീവ്രമായ മഴ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലടക്കം ലഭിച്ചിരുന്നു. അത്രയ്ക്ക് തീവ്രതയുള്ള മഴ ഈ ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ആണ് പ്രവചിക്കുന്നത്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഇന്ന് പക്ഷേ പരക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലും വടക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ മേഖലയിലൊക്കെ നേരത്തെ വലിയ തോതിൽ മഴ ലഭിച്ച ഇടങ്ങളാണ്. അതുകൊണ്ട് ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മാത്രമല്ല, മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതിനാൽ ആ ജാഗ്രത തുടരണം. തീരവുമായി ബന്ധപ്പെട്ട് മറ്റ് ജാഗ്രതാ മുന്നറിയിപ്പുകളില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങളില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രജിത്. യെസ്, അലക്സ് റാമുഹുദാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ അവധിയില്ല എന്ന കാര്യം അലക്സും കൂടെ പറയുന്നുണ്ട്. അത്തരത്തിൽ ആ രീതിയിലുള്ള മഴയൊന്നും ലഭിക്കില്ല എന്നാണ് കാലാവസ്ഥാ പ്രവചനം. റെഡ് അലർട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അവധിയൊക്കെ പ്രഖ്യാപിക്കുക. ആ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പും നിലവിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഒരുപാട് പേർ അത് ചോദിക്കുന്നുണ്ട്, നാളെ അവധിയുണ്ടോ, മഴയല്ലേ എന്നൊക്കെ. അപ്പോൾ അതിലൊരു തീരുമാനമായിട്ടുണ്ട്. നാളെ അങ്ങനെ അവധി ഏത് രീതിയിലും പ്രഖ്യാപിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകളുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള വേണം. തിരികെ എത്താം പെട്ടെന്ന്. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതല സാർ എന്ന പരിപാടി തുടരുകയാണ്. ഇപ്പോൾ ലഭ്യതൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. കാസർഗോഡ് സ്കൂളിൽ ഷൂ ധരിച്ചതിന് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പരാതി. ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് വിദ്യാർത്ഥി മുഹമ്മദ് റയാനാണ് പരാതിക്കാരൻ. സംഭവത്തിൽ 2 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഇതിപ്പോൾ പോലീസ് കേസായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. എന്താണ് ഇത്? റാഗിംഗ് എന്ന രീതിയിൽ തന്നെയാണോ കേസെടുത്തിരിക്കുന്നത്? എന്താണ് നമുക്ക് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജ്ഞ, ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് റാഗിംഗ് വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. കഴിഞ്ഞ 20-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് 1:30 ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷമാണ്. ഇത് ക്ലാസ്സിൽ ഷൂ ധരിച്ചെത്തി എന്ന കുറ്റം ചുമത്തിയാണ് ഈ +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത്. +1 വിദ്യാർത്ഥി, കൊമേഴ്സ് വിദ്യാർത്ഥി മുഹമ്മദ് റയാനാണ് മർദ്ദനമേറ്റത്. കുട്ടിയുടെ കയ്യിന് പൊട്ടലുണ്ട്. ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസാണ് എടുത്തിരിക്കുന്നത്. സംഘടിച്ച് കലാപ ആഹ്വാനം എന്നുള്ള രീതിക്കാണ് കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ 2 കുട്ടികൾ +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജുറൈ സിനാൻ എന്നാണ് പോലീസിന്റെ FIR പ്രകാരം സൂചിപ്പിക്കുന്നത്. ഈ പരിക്കേറ്റ കുട്ടി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും. എന്തായാലും ആ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്നലെ പൊതുജനം കഴുതല സാർ എന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അപകട വാർത്ത തൃശ്ശൂരിൽ നിന്ന് വന്നത്. അവിടെ നമ്മൾ കണ്ടതാണ്. ഒരു ബസ് നിയന്ത്രണം വിട്ട് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുന്ന, അവിടെ ബസ് കയറാൻ കാത്തു നിൽക്കുന്ന സ്ത്രീകൾക്കിടയിലേക്ക് ബസ് കയറി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. 3 സ്ത്രീകൾക്ക് പരിക്കേറ്റിരുന്നു. ആ സംഭവത്തിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വരുന്നു. അതിൽ ബസ് ഡ്രൈവർ റിമാൻഡിലായിട്ടുണ്ട്. ബസ് ഡ്രൈവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. 2010-ലും 2019-ലും അപകടമുണ്ടാക്കിയ കേസുകളിൽ പ്രതിയാണ് ഇതേ ഡ്രൈവർ എന്നുകൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പതിവാണ്, ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ പ്രശ്നം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നലെ ഈ ബസ് സ്റ്റോപ്പിനകത്തേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ വീണ്ടും ഈ ബസ് ഡ്രൈവർ റിമാൻഡിലായിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ മലയാളിയുടെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ
ഇനി തേങ്ങയും വെളിച്ചെണ്ണയും വാങ്ങുമ്പോൾ മലയാളി രണ്ടാമതൊന്ന് ആലോചിക്കും. എന്താണ് സാഹചര്യം? സംസ്ഥാനത്ത് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. മാസങ്ങളുടെ വ്യത്യാസത്തിൽ 100 രൂപയിലധികമാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത്. തേങ്ങയ്ക്കാകട്ടെ ഒറ്റ വർഷത്തിനിടയിൽ വില ഇരട്ടിയായി മാറിയിട്ടുണ്ട്. തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ ഒരു മലയാളി അടുക്കള ചിന്തിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഒരു സാധാരണ കുടുംബം ഇത് രണ്ടും ഉപയോഗിക്കാൻ ഇപ്പോൾ പലതവണ ആലോചിക്കും. റോക്കറ്റിനാണോ വെളിച്ചെണ്ണയ്ക്കുള്ള വിലവർധനയ്ക്കാണോ വേഗത കൂടുതലെന്ന് ചോദിച്ചാൽ അതിനും ആലോചിച്ചേ ഉത്തരം പറയാൻ കഴിയൂ. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് ക്വിൻ്റലിന് കൂടിയത് 1500 രൂപയാണ്. അതായത് 1 ലിറ്ററിന് 15 രൂപ കൂടി. ഈ വർഷം തുടങ്ങുമ്പോൾ വെളിച്ചെണ്ണ ലിറ്ററിനുണ്ടായിരുന്നത് 240 രൂപ. 6 മാസം പിന്നിടുമ്പോൾ ഇന്നത്തെ വില 420 രൂപ. മാസം 10ഉം 15ഉം എന്ന കണക്കിനാണ് വിലവർധന തുടങ്ങിയത്. ഇപ്പോൾ പ്രതിമാസം 50 രൂപയിലധികമാണ് വർധന. കൊപ്രാക്ഷാമമാണ് വിലവർധനയ്ക്ക് കാരണം. കേരളത്തിലെങ്ങും ഇപ്പോൾ തേങ്ങ കിട്ടാനില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതോടെ പ്രതിസന്ധിയും വർദ്ധിച്ചു. ഞങ്ങളുടെ മില്ല് തുടങ്ങിയിട്ട് 40 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ തേങ്ങയ്ക്ക് ഇത്രയും ഷോർട്ടേജ് വന്നിട്ടില്ല. തേങ്ങയുടെ വില ഒരു 30-35 രൂപയിൽ കൂടിയിട്ടില്ല. ആദ്യമായിട്ട് തേങ്ങയുടെ വില 70 രൂപയ്ക്ക് വരും. തേങ്ങയുടെ വില 70 രൂപയാകുമ്പോൾ കൊപ്രയുടെ വില അതനുസരിച്ച് കൂടും. മെയിൻ കാരണം തേങ്ങയുടെ ഷോർട്ടേജാണ്, വില കൂടുതലാണ്, എണ്ണയ്ക്ക് വില കൂടാൻ കാരണം. കൂടംകുളം, കാങ്കയം, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് കൊപ്ര എത്തുന്നത്. മുൻപ് ആഴ്ചയിൽ 5 ടൺ കൊപ്ര വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1.5 ടൺ മാത്രമാണ് വരുന്നത്. 200-ന്റെ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കാരണം വെച്ചാൽ 200-100 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. അപ്പം ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് 100 രൂപയുടെ വെളിച്ചെണ്ണ ഇറക്കേണ്ടി വന്നത്. നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വെളിച്ചെണ്ണ ഇറക്കിയിട്ടില്ല. 200 ഗ്രാമിൻ്റെയൊക്കെ വെളിച്ചെണ്ണ ഇറക്കിയിട്ടില്ല. പക്ഷേ സാധാരണക്കാരൻ്റെ വയറ്റത്ത് അടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങളുടെ കച്ചവടം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എണ്ണ ഇറക്കേണ്ടി വന്നത്. തേങ്ങയ്ക്കും പൊള്ളുന്ന വിലയാണ്. 70 മുതൽ 80 വരെയാണ് വില. പൊറുതിമുട്ടിയത് സാധാരണക്കാരും. വല്ലാത്ത വർധനമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ആകപ്പാടെ ഒരു നെഞ്ചത്തരിക്കുന്ന ഒരു വർധനമാണ് വന്നിട്ടുണ്ട്. ഈ ജനങ്ങളെ ഇങ്ങനെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? 100-150 രൂപക്കായിരുന്നു വെളിച്ചെണ്ണ ഇപ്പം 400 രൂപക്കായി. എങ്ങനെ മനുഷ്യൻ വാങ്ങിക്കും? അല്ല, സാധാരണക്കാരനെ എങ്ങനെ ഇതെങ്ങനെ വാങ്ങിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഒഴുക്കിനൊക്കെ നീന്തുക. ഓണത്തിനോടനുബന്ധിച്ച് വില 500 കടന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. 6 മാസം കൂടി തേങ്ങയുടെയും എണ്ണയുടെയും വില മുകളിലേക്ക് തന്നെയാവും. ജനുവരി വരെയും ഈ വർധനവ് തുടരുമെന്നാണ് ഈ രംഗത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് ഇനിയും താളം തെറ്റും. ക്യാമറാമാൻ അഭിജിത്ത് എസിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. അപ്പോൾ വെളിച്ചെണ്ണ വില ഇങ്ങനെ കുതിച്ചുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ കമന്റ് ബോക്സിലും സമാനമായ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. മിനി ബാബു പറയുന്നു, സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ആവശ്യമുള്ളതാണ് എല്ലാ ദിവസവും. കുടുംബ ബജറ്റ് തകരും എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ചോദ്യം അതിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പല സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നായി വരികയാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? എപ്പോഴായിരിക്കും വില കുറയുക എന്നുകൂടി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ജനം. കേന്ദ്ര സർക്കാരിന്റെ PMAY പദ്ധതിയിൽ അധിക ധനസഹായം കണ്ടെത്താനാകാതെ കേരളം. വീട് അനുവദിച്ച മുഴുവൻ പേർക്കും നൽകാൻ ത്രിതല പഞ്ചായത്തുകളുടെ കയ്യിൽ പണമില്ല എന്നതാണ് വസ്തുത. സർക്കാർ ഉറപ്പിൽ കിടപ്പാടം പൊളിച്ച ഗുണഭോക്താക്കൾ ഇപ്പോൾ പെരുവഴിയിലുമായി. 24 ബ്രേക്കിംഗ്. PMAY പദ്ധതിയിൽ 2024-25 സാമ്പത്തിക വർഷം കേരളത്തിൽ കരാർ വച്ചത് 73,332 വീടുകൾ. ഒരു വീടിന് കേന്ദ്ര സർക്കാർ വിഹിതമായ 72,000 രൂപയും സംസ്ഥാന സർക്കാർ വിഹിതമായ 48,000 രൂപയും ചേർത്ത 1,20,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. എന്നാൽ കേരളത്തിലെ ലൈഫ് ഭവന പദ്ധതിയുമായി സംയോജിപ്പിച്ച പൊതുവിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും 4 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 6 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1,20,000 രൂപയിൽ അധിക തുക ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളാണ് നൽകേണ്ടത്. പദ്ധതി നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതല ബ്ലോക്ക് പഞ്ചായത്തിലായതിനാൽ എല്ലാ വിഹിതങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൽ സമാഹരിച്ച ശേഷം അവിടെ നിന്നാണ് വിതരണം. താമസിച്ചിരുന്ന താൽക്കാലിക കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി നിർമ്മാണം തുടങ്ങുമ്പോഴാണ് പണമില്ലെന്ന വിവരം അറിയുന്നത്. നമ്മൾ കിടന്ന വീടുകളെ പൊളിച്ചിട്ടാണ് ഈ സംഭവം ഇത്രയും ചെയ്തു വെച്ചത്. നമ്മളെ കയ്യിൽ നിന്ന് കൂടെ പൈസ അതാ ഇല്ലെന്ന് പറയില്ല.
എന്നാലും ഒരു ഇത്തിരി സ്പീഡാക്കാൻ നിങ്ങൾക്ക് നടക്കാമില്ല ചേച്ചി. ഇപ്പൊ അവര് പൈസ വന്നാലേ അവര് തരുവുള്ളൂ. അപ്പൊ നമുക്ക് മറിച്ച് വല്ലതും ചെയ്താൽ വരുമ്പോ കൊടുക്കാം. ചേച്ചി മറിച്ച് കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല. അത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കിടക്കാൻ വീടില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് ആദ്യം നിങ്ങൾ പറയും. ഒന്ന് വിളിച്ച് കേട്ടോ ചേച്ചി. അല്ല വേറെ ഒന്നുമല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ കിടക്കേണ്ടി വരും. നമ്മളെ മെമ്പറായുണ്ട് കാര്യമായിട്ട് പറഞ്ഞത്. ഇതിനപ്പുറം വേറെ ഓപ്ഷൻ ഇല്ല. അതിന് സംബന്ധിച്ച് നമ്മൾ ഇരുന്ന വീടാണ് പൊളിച്ചത്. ആ ഒരു റൂമും ഒരു അടുക്കള ഉണ്ടെങ്കിൽ അത് സമാധാനമായിട്ട് കിടന്നുണ്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് ഒരു വീടായി എന്ന് പറഞ്ഞ് എല്ലാം എഴുതി കൊടുത്ത് എല്ലാം വലിച്ച് പൊളിച്ച് വെച്ചിട്ട് വ്യാസമെന്റ് കെട്ടിച്ച് പുല്ല് കയറി കിടക്കണം. എന്തിനാണ് ഇതിനപ്പുറം എന്തൊരു ചെയ്യുള്ളത്? അധിക ധനസഹായം വകയിരുത്താത്ത ത്രിതല പഞ്ചായത്തുകളും നിരവധിയാണ്. എന്നാൽ പൂർണ്ണമായി വിഹിതം വകയിരുത്തിയ ഒരു തദ്ദേശ ഭരണ സ്ഥാപനവും ഇല്ല എന്നതാണ് വസ്തുത. കൃത്യമായ തുക കണ്ടെത്താനാകാതെ പദ്ധതി നടപ്പിലാക്കാൻ ഇറങ്ങിയതാണ് പ്രതിസന്ധിക്ക് പിന്നിൽ. എന്ന് വന്നാൽ പണം നൽകാൻ കഴിയുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ത്രിതല പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെ കുറഞ്ഞു. ആക്റ്റീവ് കേസുകൾ 4754 24 മണിക്കൂറിനിടെ കേരളത്തിലും ഡൽഹിയിലും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ കോവിഡ് സാഹചര്യം അത് ഒരു സമയത്ത് അത് കൂടി വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ ആക്റ്റീവ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതായത് കോവിഡ് വീണ്ടും നിയന്ത്രണ വിധേയമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു രീതിയിലേക്ക് അതിൻ്റെ വ്യാപനം പോയതുമില്ല. ഇപ്പോൾ ആശങ്കയ്ക്കിടയില്ല. അത്തരം വാർത്തകൾ വരുന്നു, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സമയത്ത് കോവിഡ് കേസുകളുടെ എണ്ണം രാജ്യത്ത് 7000 കടന്നിരുന്നു. പിന്നീട് അതിനുശേഷം ക്രമേണ അത് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 4754 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്ത് ഉള്ളത്. ഒരു ദിവസത്തിനുള്ളിൽ 258 കേസുകളുടെ കുറവാണ് രാജ്യത്തുണ്ടായത്. കേരളത്തിലും വലിയ തോതിൽ കേസുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 1000-ന് താഴെ ആയിട്ടുണ്ട് കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം. 943 പേരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പക്ഷേ 2 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അത് ഒന്ന് കേരളത്തിലും മറ്റൊന്ന് ഡൽഹിയിലാണ്. എന്തായാലും കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നത് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. യെസ്, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് ഇങ്ങനെ അതിൻ്റെ വ്യാപനം കൂടി വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അതിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് എന്തായാലും ആശ്വാസമാവുകയാണ്. ഒരുപാട് പ്രേക്ഷകർ ഈ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ പറയുന്നുണ്ട്. അതപ്പോൾ പ്രസാദ് ശിവാനന്ദൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, റബ്ബർ വെക്കാൻ വേണ്ടി തെങ്ങ് വെട്ടി, ഇപ്പോൾ അതിൻ്റെ ദോഷം മനസ്സിലാകുന്നു. അതുമാതിരി നെൽവയൽ നികത്തിയപ്പോൾ മനസ്സിലായില്ല ചോറുണ്ണാൻ പറ്റില്ല എന്ന്. നേരത്തെ ഈ കിടപ്പാടമൊക്കെ ഒഴിവാക്കിയ ആൾക്കാർ പെരുവഴിയിലായ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ PMA പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഒരുപക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക പ്രസാദിന്. നേരെ സൂചിപ്പിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു, അപകട വാർത്ത. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശൂർ ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറിയ സംഭവത്തിൽ ബസ് ഡ്രൈവർ റിമാൻഡിലായിരിക്കുന്നു. ബസ് ഡ്രൈവർ നാസറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. നാസർ ഇതിന് മുൻപും അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണാം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇന്നലെ ഇതേ സമയത്താണ് ഈ വാർത്ത നമ്മൾ നൽകിയത്. വലിയ നമുക്ക് അമ്പരപ്പുണ്ടാക്കിയ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. അതിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നൊക്കെ വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. ഇതിലിപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അയാളുടെ പിഴവാണെന്ന് മനസ്സിലാകുന്നു. റിമാൻഡിലായിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണല്ലേ ഈ ഡ്രൈവർ? പ്രജിൻ, തീർത്തും ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഈ ചൊവ്വൂരിൽ ഇന്നലെ ബസ് കാത്തു നിന്ന ബസ് യാത്രികർക്കെതിരെ നേരെയാണ് ഈ ബസ് പാഞ്ഞു കയറിയത്. അത് ബസ് സ്റ്റോപ്പിൽ ഈ ബസ് വരുന്നത് കണ്ടവർ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്പം പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്താണ് അമിത വേഗത്തിലെത്തിയ ബസ് ഇവർക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ അപകടത്തിന് പിന്നാലെ ബസ് ഡ്രൈവറും കണ്ടക്ടറും ഈ ബസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. നാട്ടുകാർ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. പിന്നീട് ഈ ബസ് ഡ്രൈവറെ പോലീസ് തന്നെ ഈ സമീപത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബസ് ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. അതിൽ പോലീസ് പറയുന്ന ഇപ്രകാരമാണ്. അതായത് 2010-ലും 2019-ലും ഈ ബസ് ഡ്രൈവർ ഈ അപകടം ഉണ്ടാക്കിയിരുന്നു. 2019-ൽ നാസർ ഓടിച്ച ബസ് ഇടിച്ചൊരാൾ മരിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയൊക്കെ ചുമത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിച്ച് വിടുന്നതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഇന്നലെയും ഈ അമിത വേഗത്തിൽ
ബസ് ഓടിച്ചതാണ് ഈ മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അമിത വേഗത ഇന്നലത്തെ അപകടത്തിന് കാരണമാക്കി ബോധപൂർവം അമിത വേഗത്തിൽ ബസ് ഓടിച്ചു എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പ്രജിത്ത്, യെസ്, എന്തായാലും ആ നടപടി അതിനെ സ്വാഗതം ചെയ്തു നമ്മുടെ പ്രേക്ഷകരും. ആ രീതിയിൽ ആ ഡ്രൈവർക്കെതിരെ ഉചിതമായ സമയത്ത് തന്നെ നടപടി ഉണ്ടാവുന്നു. അതിൽ ആ നടപടി എടുത്ത പോലീസിന് അഭിനന്ദനങ്ങളൊക്കെയുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർ. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുമ്പോഴും ഇതിനായി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിൽ ആവശ്യമായ വാഹനങ്ങളില്ലെങ്കിൽ എന്താകും സ്ഥിതി? കരുനാഗപ്പള്ളി എക്സൈസ് വകുപ്പിനാണ് ഈ ദുർഗതിയുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങളിൽ ഒന്നാണ് കരുനാഗപ്പള്ളി. അവിടെയാണ് ഈ പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാതെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കൊല്ലം കരുനാഗപ്പള്ളി സർക്കിൾ എക്സൈസ് ഓഫീസിലെ വാഹനം എഞ്ചിൻ തകരാറിലായിട്ട് 4 മാസമാണ് പിന്നിടുന്നത്. അധികാരികൾ കണ്ടമട്ടെ ഇപ്പോൾ നടിക്കുന്നില്ല. പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ. ഉണ്ടായിരുന്ന വാഹനം തകരാറിലായതിനെ തുടർന്ന് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. റെയ്ഡ്, പട്രോളിംഗ്, പരാതി അന്വേഷണം, ബോധവൽക്കരണ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട എക്സൈസ് സർക്കിൾ ഓഫീസിന് കീഴിൽ സ്വന്തമായി 24 മണിക്കൂറും വാഹനം അത്യാവശ്യവുമാണ്. പക്ഷേ വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ആരും ഇടപെട്ടില്ല. കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസിലെ വാഹനത്തിന്റെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കരുനാഗപ്പള്ളിയിൽ ഇത്രയധികം പ്രൊഫഷണൽ കോളേജുകളും സ്കൂളുകളും തുറക്കാൻ സന്നദ്ധമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ പെട്ടെന്ന് ഓടി എത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കരുനാഗപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസിലെ വാഹനം 4 മാസമായി കട്ടപ്പുറത്താണ്. ലഹരി വേട്ട ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒരു പ്രദേശം കൂടിയാണ് കരുനാഗപ്പള്ളി. എക്സൈസ് സംഘത്തിന് വാഹനമില്ലാത്തത് ലഹരി സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി നാട്ടുകാരും പരാതിപ്പെടുന്നു. വാഹനം സംവിധാനം ഉണ്ടാകണം. അത് ഗവൺമെന്റ് അതിന് മുഖ്യധാരയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ വാഹനമില്ലാതെ അവർ ഓടിയെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള സംവിധാനവും സാമ്പത്തികവും അങ്ങനെ ഏത് രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോൺസർ ചെയ്യിച്ച് ആരെങ്കിലും ഈ സമൂഹത്തെ രക്ഷിക്കാൻ എക്സൈസിന് കൂട്ടായിട്ട് നിൽക്കണമെന്നാണ്. പകരം വാഹനം ആവശ്യപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായില്ല. അടിയന്തര ഘട്ടത്തിൽ പലപ്പോഴും ഓഫീസ് ജീവനക്കാരുടെ ഇരുചക്ര വാഹനം മാത്രമാണ് ഇന്ന് ആശ്രയം. ഈ വണ്ടി കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പിള്ളേരും ഇപ്പം ലഹരിയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ എന്ന് വിളിച്ചാൽ അവർക്ക് വണ്ടിയില്ല എടുത്തുകൊണ്ട് വരാൻ തന്നെ. ഈ വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കി കൊടുക്കണം. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് വരണമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യമൊരുക്കാത്തത് ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട്. പരിമിതികൾക്കിടയിലും കരുനാഗപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നിരവധി കേസുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പിടികൂടിയത്. സ്വന്തം വാഹനങ്ങളിലാണ് ഈ പരിശോധന എല്ലാം നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അടിസ്ഥാന സൗകര്യം ഉദ്യോഗസ്ഥർക്ക് ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമേ ലഹരി വിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാകൂ. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ചെറുവിമാന സർവീസുകളും വെട്ടിച്ചുരുക്കുകയാണ് എയർ ഇന്ത്യ. 5% ചെറുവിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് സർവീസുകളെ ഈ നടപടി ബാധിക്കും എന്നാണ് വിലയിരുത്തൽ. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ നടപടികൾ ഇങ്ങനെ തുടരുകയാണ്. ഇതിപ്പോൾ എന്താണ് സാഹചര്യം? എന്താണ് ഈ ഇത്തരത്തിലുള്ള സർവീസുകൾ, അതായത് ചെറുവിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുക എന്നതിലൂടെ എയർ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്? പ്രജിൻ, നേരത്തെ എയർ ഇന്ത്യ ഈ വൈഡ് ബോഡി, അതായത് വലിയ വിമാനങ്ങളുടെ സർവീസും വെട്ടിക്കുറച്ചിരുന്നു. 10% സർവീസായിരുന്നു വെട്ടിക്കുറച്ചത്. അതുവഴി അന്താരാഷ്ട്ര ഡൊമസ്റ്റിക് സർവീസുകൾ വ്യാപകമായിട്ട് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെറു വിമാനങ്ങളുടെ സർവീസും ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. 5% സർവീസുകളാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതിൽ എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടാതെ തന്നെ അവരുടെ ഓപ്പറേഷൻ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടപടി എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ
DGCയുടെ ഒരു സുരക്ഷാ പരിശോധന ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും കർശന സുരക്ഷാ പരിശോധനകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എയർ ഇന്ത്യ കടന്നിട്ടുള്ളത്. ഇതുവഴി 3 റൂട്ടുകളുടെ എയർ ഇന്ത്യയുടെ ഈ സർവീസുകൾ പൂർണ്ണമായിട്ടും സസ്പെൻഡ് ചെയ്യും. കൂടാതെ 19 റൂട്ടുകളിൽ ഈ ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്ന ചെറിയ വിമാനങ്ങൾ 19 റൂട്ടുകളിൽ അത് ഭാഗികമായിട്ടും സർവീസ് റദ്ദാക്കുന്നതാണ്. ഇത് ജൂലൈ 15 വരെ ഇത് ബാധിക്കും. ജൂലൈ 15 വരെ ആയിരിക്കും ഈ സർവീസ് വെട്ടിക്കുറച്ച നടപടി ഉണ്ടാവുക. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വലിയ വിമാനങ്ങളുടെ ഈ വെട്ടിക്കുറച്ച നടപടിയിൽ ഒരുപാട് സർവീസുകൾ റദ്ദാക്കപ്പെട്ടിരുന്നു. എന്തായാലും യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ച് അതിന് ഖേദം കൂടി പ്രകടിപ്പിക്കുകയാണ് എയർ ഇന്ത്യ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന വാർത്ത അല്പസമയം മുൻപാണ് പുറത്തുവന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ പിന്മാറി എന്നൊരു വാർത്ത കൂടിയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ പിന്മാറിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. അതിലേക്ക് നമ്മൾ കടക്കും. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതലെ സാറിന്റെ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ കമന്റ് ബോക്സിലൂടെ പെട്ടെന്ന് കണ്ണോടിച്ചപ്പോൾ 2 കമന്റുകൾ കണ്ടു. അത് ഒന്ന് വായിക്കാം. ഒന്ന് ഉബൈദ് കല്ലൂരാവി പറയുകയാണ്, കാസർഗോഡ് ജില്ലയിലെ KSTP റോഡിൽ ചിത്താരി മുതൽ കാസർഗോഡ് വരെ റോഡ് മുഴുവൻ വൻകുഴികളും പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുകയാണ്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ എത്തിക്കണം എന്ന് പറയുന്നു. അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഉബൈദ്. മറ്റൊന്ന് സിനോജ് PB ആണ്. കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ ബസ് റൂട്ട് ആകാശം വഴിയാക്കണം എന്ന് പറയുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയവരെ തിരികെ ജീവനോടെ കാണാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത്. അത്രയും മോശമാണ് അവിടുത്തെ സ്ഥിതി, ആ റോഡിൻ്റെ അവസ്ഥ എന്നാണ് ആ കമൻറ്റോട് ഉദ്ദേശിച്ച് മനസ്സിലായി. സിനോജ്, നമുക്കത് നോക്കാം. എന്താണ് അവിടെ പോയി അത് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഇനി നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പുണ്ടാകും. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ പിന്മാറിയതോടെയാണ് അഡ്ഹോക് കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെ പരിഗണിക്കേണ്ടതില്ലെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. മോഹൻലാൽ നിർദ്ദേശിച്ച പ്രകാരമാണ് തെരഞ്ഞെടുപ്പെന്ന് നടൻ രാജാ സാഹിബ് പ്രതികരിച്ചു. നിയമപരമായി എങ്ങനെ നടത്തിക്കണോ എന്നുള്ള രീതി അനുസരിച്ച് ലാലേട്ടൻ തന്നെ തീരുമാനമെടുത്തു, അതിന്റെ മുൻകൈ എടുത്ത് ആ രീതിയിൽ തന്നെ ഈ 3 മാസത്തിനകം നമ്മൾ ഇലക്ഷനിലേക്ക് പോവുക. ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറാതിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾക്ക് കറക്റ്റ് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതെല്ലാം ആസ്വദിക്കുന്ന ആൾക്കാർ ഞാനുൾപ്പെടെയുള്ളവർ തന്നെയാണ്. അതോടൊപ്പം അവസരം കുറഞ്ഞ താരങ്ങളെ പ്രയോജനപ്പെടുത്താൻ കൊച്ചി മെട്രോ പദ്ധതിയും ജനറൽ ബോഡി യോഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷോർട്ട് ഫിലിമുകളും സിനിമകളും നിർമ്മിക്കും. നടൻ രവീന്ദ്രന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പദ്ധതി എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിഖിൽ പ്രമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഇന്നിപ്പോൾ ഈ ജനറൽ ബോഡി യോഗം ചേർന്നിരിക്കുന്നു. അതിൽ എല്ലാ അംഗങ്ങളും പങ്കെടുത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ചയായത് ഈ തെരഞ്ഞെടുപ്പാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ളത്. ഈ അഡ്ഹോക് കമ്മിറ്റി എപ്പോഴായിരിക്കും അങ്ങനെയെങ്കിൽ പിരിച്ചുവിടുക? അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു, എപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മോഹൻലാലിന്റെ നിലപാട് എന്താണ്? പ്രജിൻ, ഇന്നിപ്പോൾ ജനറൽ ബോഡി യോഗം 31ാമത് താരസംഘടനയുടെ അമ്മയുടെ ജനറൽ ബോഡി യോഗം നടക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ ഈ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളാക്കുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ സുഗമമായി പീസ്ഫുൾ ആയ ഒരു ജനറൽ ബോഡി യോഗമായിരിക്കും ഇന്ന് നടക്കുക എന്നുള്ളതാണ്. പക്ഷെ ഉച്ച കഴിഞ്ഞതോടുകൂടി, രാവിലെയൊക്കെ അഭ്യൂഹം ഉണ്ടായിരുന്നത് അമ്മ പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരും എന്നുള്ളതായിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞതോടുകൂടി മോഹൻലാൽ ക്ഷുഭിതനാവുകയും, അതായത് രാവിലെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ പകുതി പോലും ഉച്ച പിന്നിട്ടപ്പോൾ ഉണ്ടായിരുന്നില്ല. സാധാരണ 500-ൽ പരം അംഗങ്ങളുള്ള അമ്മ സംഘടനയിലെ പകുതിയോളം ആളുകൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അതിലും പകുതി ആളുകൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ എല്ലാവരുടെയും താല്പര്യം അതാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് താൻ തുടരാമെന്ന് തീരുമാനിച്ച മോഹൻലാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം അസന്നിഗ്ധമായ നിലപാടെടുത്തു. താൻ പ്രസിഡന്റായി തുടരാനില്ല, മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ താൻ പ്രസിഡന്റ് ആകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ താരങ്ങളും കൈ ഉയർത്തിക്കൊണ്ട് മോഹൻലാൽ പ്രസിഡന്റായി തുടരണം, ഈ സംഘടന ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് അറിയിച്ചു. എന്നാൽ ആ ഘട്ടത്തിൽ മോഹൻലാൽ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ പകുതി അംഗങ്ങൾ പോലുമില്ല, ഈ പുറത്തു നിൽക്കുന്ന അംഗങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതെങ്ങനെ അറിയും, അതുകൊണ്ട് താൻ പ്രസിഡന്റായി തുടരാനില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി തീരാൻ 3 മാസം കൂടിയുണ്ട്. ആ 3 മാസം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ, ആ 3 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ, അതിനുശേഷം ഒരു യുവതലമുറ, ഒരു തലമുറ മാറ്റം അമ്മയിൽ ഉണ്ടാകട്ടെ എന്നുള്ള ആവശ്യമാണ് മോഹൻലാൽ മുന്നോട്ട് വെച്ചത്. എന്ന് മാത്രമല്ല, ബാബുരാജിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതിനെതിരെയും ചില വിമർശനങ്ങൾ ഉയർന്നു. എന്തായാലും അമ്മ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അമ്മ പോകുന്നു. നേരത്തെ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് അമ്മയിൽ ഒരു കൂട്ടരാജി ഉണ്ടാവുകയും മുഴുവൻ ഭാരവാഹികളും രാജി
രാജിവെച്ച് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റിക്ക് കീഴിലാണ് അമ്മയുടെ പ്രവർത്തനം നടന്നിരുന്നത്. എന്തായാലും മോഹൻലാൽ തന്റെ നിലപാടിൽ നിന്ന് അദ്ദേഹത്തെ പിൻവലിപ്പിക്കാൻ, അദ്ദേഹത്തോട് പ്രസിഡന്റായി തന്നെ തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങളും അത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അദ്ദേഹം അതിനോട് സഹകരിച്ചില്ല. 24 ഈ വാർത്ത പുറത്തുവിട്ടതിനെ സാധൂകരിച്ചുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുത്ത നടൻ രാജാ സാഹിബ് ഈ കാര്യങ്ങൾ അത് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ജനറൽ ബോഡി യോഗം എടുത്ത മറ്റൊരു തീരുമാനം, അവസരങ്ങൾ കുറവാണ് ചില ഒരു വിഭാഗം താരങ്ങൾക്കെങ്കിലും എന്നുള്ള അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചി മെട്രോ എന്നുള്ള രീതിയിൽ ഷോർട്ട് ഫിലിമുകളും കുഞ്ഞു സിനിമകളും നിർമ്മിക്കുന്ന ഒരു പദ്ധതി തുടങ്ങാൻ നടൻ രവീന്ദ്രനെ ചുമതലപ്പെടുത്താനും ഇന്നത്തെ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേശാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് കുളപ്പുള്ളി അൽ അമീൻ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ വൈസ് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ഭീഷണി. 2ാം വർഷം നിയമ വിദ്യാർത്ഥി ഷാനിഫ് ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. കോളേജ് തുറന്നത് 2-ാം തീയതിയാണ്. 2-ാം തീയതി അനിയന്ത്രിതമായിട്ട് കോളേജിലെ ഹോസ്റ്റൽ ഫീ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ പല കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. കോളേജിൽ ദൂരത്തുനിന്ന് വന്ന കുട്ടികളെ പോലും കോളേജ് ഹോസ്റ്റലിൽ കയറ്റാതെ, ബാത്റൂമിൽ പോലും പോകാൻ സമ്മതിക്കാതെ ഫീസ് അടച്ചാൽ മാത്രമേ ഹോസ്റ്റലിൽ കയറ്റുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീത്ത്, ഈ വൈസ് പ്രിൻസിപ്പൽക്കെതിരെയാണ് പരാതി. എന്ത് ഭീഷണി, ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്ന കാര്യത്തിൽ എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? പ്രജിൻ, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം. നമ്മുടെ കയ്യിൽ ആ ഓഡിയോ ക്ലിപ്പ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൂടി നൽകേണ്ടതുണ്ട്. എന്തായാലും ആ ഓഡിയോ ക്ലിപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ നിങ്ങൾ മറ്റൊരു കോളേജിൽ നിന്ന് പണം വാങ്ങി എന്ന തരത്തിലാണ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത അത്തരത്തിലുള്ള ആരോപണം വിദ്യാർത്ഥികൾക്ക് നേരെ ഉന്നയിക്കുന്നത്. ഈ സമരത്തിന്, ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയ ഷാനിബ് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എന്നാണ് പരാതിയുള്ളത്. എന്തായാലും ഇതിൽ ഏറ്റവും ഒടുവിൽ നിങ്ങൾ മറ്റൊരു കോളേജിൽ നിന്ന് ഈ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതും നമ്മുടെ പക്കലുണ്ട്. നിങ്ങൾ മറ്റൊരു കോളേജിൽ നിന്ന് പണം വാങ്ങി ആണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞത്. ഞങ്ങൾ പണം വാങ്ങിയതിന് തെളിവ് എവിടെയെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വാചകമായി പറയുന്നത് തട്ടിക്കളയുമെന്ന ആ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കേൾപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത് വെച്ചാണ്, ഈ ഓഡിയോ വെച്ചാണ് കൃത്യമായ രീതിയിലുള്ള ഒരു പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതി പ്രകാരം അന്വേഷണം നടക്കുകയാണെന്നാണ് ഷൊർണൂർ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുമെന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നത്. പ്രജിൻ, ശരി. കുളപ്പുള്ളി അൽ അമീൻ ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വൈസ് പ്രിൻസിപ്പലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. പത്തനംതിട്ട കുളം ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ കാൽനട യാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. തരകൻ വീട്ടിൽ ബാബുവാണ് മരിച്ചത്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ പറയും. പ്രജിൻ, കഴിഞ്ഞ ദിവസം രാത്രി 8:40 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ഈ തരകൻ വീട്ടിൽ ബാബു എന്നയാൾ ഈ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ വേഗതയിൽ വന്ന കാറ് ഇദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിക്കുന്നതായാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇന്നലെ രാത്രി 8:40 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. പിന്നീട് ആ കാറ് നിർത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ അപകടത്തിൽ ഇദ്ദേഹം അപ്പോൾ സംഭവ സ്ഥലത്ത് തന്നെ ഈ ബാബു എന്ന ആൾ മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മഴയായതിനാൽ തന്നെ അദ്ദേഹം കുടയൊക്കെ വെച്ചായിരുന്നു റോഡ് മുറിച്ചു കടന്നിരുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കാർ വന്ന് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ തന്നെ അവിടെ വെച്ച് തന്നെ ആൾ മരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ദൃശ്യമാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്. പ്രജിൻ, വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോം എൻട്രിയുടെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് കൊച്ചി ചിറ്റലപ്പള്ളി സ്ക്വയറിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നടനും തിരക്കഥാകൃത്തുമായ ബിപിൻ ജോർജ് നിർവഹിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടി സർക്കാർ ജോലി എന്ന സ്വപ്നം നേടിയെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു. എൻട്രി ആപ്പ് കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഫോർ ജോബ് സീക്കേഴ്സ് ആണ്. നോട്ട് ഓൺലി ഇൻ കേരള ബട്ട് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻ ഇന്ത്യ. അറൌണ്ട് 1.5 crore യൂസേഴ്സ് ഫ്രം അക്രോസ് ഇന്ത്യ, ക്ലോസ് ടു 70 lakh യൂസേഴ്സ് ഫ്രം കേരള. അപ്പോൾ ഇന്നത്തെ ഇവന്റ് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് ആണ്. സോ വാട്ട് വി ഡു ഇസ്, നമ്മൾ എല്ലാ ക്വാർട്ടറിലും എൻട്രി ആപ്പ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് പ്രെപ്പ്, എൻട്രി ആപ്പിൻ്റെ അകത്ത് ടെസ്റ്റ് പ്രെപ്പ്, കേരള PSC ടീച്ചർ എക്സാംസ് അതൊക്കെ എടുത്തിട്ട് റാങ്ക് കിട്ടിയ യൂസേഴ്സിനെ ഒരു മീറ്റപ്പിന് വിളിക്കും. എന്നിട്ട് അവരെ സെലിബ്രേറ്റ് ചെയ്യും. റൈറ്റ്, നോട്ട് ഓൺലി ദം ബട്ട് ഓൾസോ ദ ടീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ഗെറ്റ് ദോസ് റാങ്ക്സ്. അപ്പോൾ അതുപോലത്തെ ഒരു മീറ്റപ്പാണ് ഇന്ന്. ഐ തിങ്ക് ദർ ആർ ക്ലോസ് ടു 300 റാങ്ക് ഹോൾഡേഴ്സ് ഹു ഹാവ് കം ഫോർ ദിസ് മീറ്റപ്പ് ടുഡേ ആൻഡ് വി ആർ സെലിബ്രേറ്റിംഗ് ദാറ്റ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങ് വിജയമായതിൽ സന്തോഷമെന്ന് എൻട്രി CEO മുഹമ്മദ്
ഹിസാമുദ്ദീൻ പറഞ്ഞു. ഇതോടെ പൊതുജനം കഴുതല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം. ഇനി എൻകൗണ്ടർ പ്രായവുമായി KR ഗോപികൃഷ്ണൻ ചേരും. നമസ്കാരം.